നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പൂജാവിധി പഠിച്ച് വൈദിക രംഗത്തെ സ്ത്രീ സാന്നിധ്യമാകാൻ ഒരുങ്ങുകയാണ് ജയലക്ഷ്മി സദാനന്ദൻ. ദേവസ്വം ബോർഡിന്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 3 വർഷത്തെ പൂജാ പഠനം പൂർത്തിയാക്കിയ ജയലക്ഷ്മി ഇത്തരത്തിൽ യോഗ്യത നേടിയ ആദ്യ വനിതയെന്ന ബഹുമതിക്കും അർഹയായി. എന്നാൽ പ്രായപരിധി മൂലം ദേവസ്വം ബോർഡിന്റെ ശാന്തി നിയമനത്തിന് അപേക്ഷിക്കാനാകില്ല. ഏതെങ്കിലും ശ്രീകോവിൽ തുറക്കാനും പൂജാകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും നിയോഗം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജയലക്ഷ്മി. കോഴ്സിൽ ചേർന്നപ്പോൾ യാഥാസ്ഥിതികർ നെറ്റിച്ചുളിച്ചെങ്കിലും ബ്രഹ്മശ്രീ കോരു ആശാൻ സ്മാരക വൈദിക സംഘം ധീരമായ നിലപാടെടുത്തു. വൈദികരിൽ ഒരാളായിരുന്ന ഗുരുശിഷ്യർ കോരു ആശാന്റെ സ്മാരകമെന്ന നിലയിൽ വൈദികാചാര്യൻ തിലകൻ തന്ത്രി സ്ഥാപിച്ചതാണ് പാഠശാല. ജയലക്ഷ്മി ഉൾപ്പെടെ 3 വനിതകൾ പഠനത്തിനെത്തിയെങ്കിലും 2 പേർ ഇടയ്ക്ക് പിൻവാങ്ങി. 1 വർഷമായി പരിമിതപ്പെടുത്തിയ പുതിയ ബാച്ചിൽ 3 വനിതകളുമുണ്ട്. ഇവിടെ പഠിച്ച നിരവധി പേർ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായുണ്ട്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച കർണാടകയിലെ കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രത്തിൽ 2013 മുതൽ സ്ത്രീകൾ പൂജാരിമാരായുണ്ട്. ദളിത് വിധവ സ്ത്രീകളും ഇവിടെ പൂജാരിമാരാണ്. 2023 തമിഴ്നാട്ടിൽ 3 സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ അസിസ്റ്റന്റ് പൂജാരിമാരാക്കി സർക്കാർ നിയമിച്ചിരുന്നു. ശ്രീരംഗത്തെ ശ്രീരംഗനാഥർ ക്ഷേത്രം നടത്തുന്ന അർച്ചകർ ട്രെയിനിംഗ് സ്കൂളിലാണ് ഇവർ കോഴ്സ് പൂർത്തിയാക്കിയത്.